ഹലോ ഹായ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റെഡിമെയ്ഡ് ടോപ്പ് ഷേപ്പ് ചെയ്യാനും പിന്നെ നിങ്ങൾ തമ്പലയിൽ കണ്ടതുപോലെ ഷോൾഡറിൻ്റെ അകലം കൂടാതെ നെക്കിൻ്റെ ഇറക്കം കൂട്ടാനുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബാക്കിൽ നെക്കില്ലേ, അടിച്ച നെക്ക് നമ്മൾ അഴിച്ചെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് പൊട്ടിക്കുന്നതോ പിന്നോ ഉപയോഗിച്ച് നമുക്കത് അഴിച്ചെടുക്കാം. അത് കറക്റ്റായിട്ട് അഴിച്ചെടുക്കുക. ആദ്യം നമ്മൾ 2 തവണ അങ്ങനെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പതുക്കെ പതുക്കെ വലിച്ചാൽ പൊട്ടും. പക്ഷെ അതങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് പെട്ടെന്ന് കീറി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പതുക്കെ പതുക്കെ അഴിച്ചെടുത്താൽ മതി കേട്ടോ. എപ്പോഴും നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ അഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, കീറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സുകളായിട്ടായിരിക്കും ഞാൻ എൻ്റെ വീഡിയോയിൽ വരിക. പിന്നെ ടൈലറിങ് ക്ലാസ്സിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു, അടുത്ത ക്ലാസ് ഉടനെ ഉണ്ടാവും കേട്ടോ. ഇനി അടുത്ത ക്ലാസ് ഞാൻ എന്താ പറയുക നീണ്ടു പോയത്, എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ക്ലാസ് ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഷോൾഡർ നെക്കണ്ടിൽ അഴിച്ചെടുത്തു. ഇനി നമ്മൾ കറക്റ്റായിട്ട് വൃത്തിയിൽ നമ്മളിത് വെക്കാനുണ്ടോ. ഇനി ചുളിവുള്ള തുണിയൊക്കെ വെച്ചാൽ നമ്മൾ അയൺ ചെയ്തിട്ട് ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും വൃത്തി വരില്ല. അപ്പോൾ നമ്മളുണ്ടോ ഇപ്പോൾ ഞാൻ ആ മാർക്ക് ചെയ്ത ഭാഗം കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ ഷോൾഡറിൻ്റെ കറക്റ്റ് ജോയിൻ. അപ്പോൾ അവർക്ക് നെക്ക് ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്കിൻ്റെ ഇറക്കം ഞാൻ 2 ഇഞ്ച് ഇറക്കുകയാണ്. അത് നമ്മളൊരു ബോക്സായിട്ട് വരച്ചെടുക്കുക. കണ്ടില്ലേ, കറക്റ്റായിട്ട് വരയ്ക്കുക. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ വരച്ചതിലേക്കാണ് കയറ്റിയത്. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ അവിടേക്ക് വെട്ടാൻ പാടില്ല. അതിന് തൊട്ടപ്പുറത്ത് ഞാനൊരു വര വരച്ചിട്ടുണ്ട്. അവിടെ കണ്ടില്ലേ, ഇവിടേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് കയറ്റുമോ. കാരണം എന്താണെങ്കിൽ അങ്ങനെ ചെയ്താലാണ് നമ്മളുടെ ഷോൾഡറിൻ്റെ അകലം കൂടി പോവുക. ഒരുവിധം എല്ലാവരും അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവാം, അതുകൊണ്ടാണ് ഷോൾഡറിൻ്റെ അകലം കൂടുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിലെ ഷോൾഡറും ഈ ബാക്കിലെ ഷോൾഡറും കൂടി ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് രണ്ടും 2 അളവായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ അഴിച്ചെടുത്ത് കളഞ്ഞല്ലോ, ആ ഭാഗത്ത് നമ്മൾ ക്രോസ് പീസ് വെക്കണം കേട്ടോ. ക്രോസ് പീസ് തന്നെ വെക്കണം. റൗണ്ട് കഴുത്താണ്, സ്ട്രൈറ്റ് ആയിട്ട് തുണി വെക്കരുത്, അത് കറക്റ്റ് ആവില്ല. നിങ്ങൾ വിചാരിച്ചതുപോലെ പെർഫെക്ഷൻ കിട്ടില്ല. നമ്മൾ ക്രോസ് പീസ് വെട്ടിയെടുത്തു. 1.5 ഇഞ്ചിൽ 1 ഇഞ്ചിലും വെട്ടിയെടുക്കാം. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. ഇത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ക്രോസായിട്ട് ഒരുപോലെ വെക്കാതെ ക്രോസായിട്ട് വെച്ച് കണ്ടില്ലേ, ഇതുപോലെ ക്രോസായിട്ട് വയ്ക്കുക. ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. അതതിൻ്റെ ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തിട്ട് ചുരിദാറിൻ്റെ നല്ല വശത്ത് കണ്ടില്ലേ, ചുരിദാറിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മളത് റൗണ്ടിൽ അടിച്ചെടുക്കുകയാണ്. അത് കറക്റ്റായിട്ട് പതുക്കെ പതുക്കെ അടിക്കാവും. ഒറ്റയടിക്ക് അടിക്കാൻ പാടില്ല, വലിക്കാനും പാടില്ല. കറക്റ്റായിട്ട് അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു കട്ടിങ് കൊടുക്കുകയാണ്. സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അത് നമ്മളൊന്ന് പതിച്ചടിക്കുക. എന്നാൽ കറക്റ്റായിട്ട് മറയ്ക്കുന്ന സമയത്ത് വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് മേലടി എന്നൊക്കെ പറയും, നമ്മൾ പതിച്ചടിക്കുക. അങ്ങനെ പതിച്ചടിക്കുക. എന്നിട്ട് ബാലൻസായിട്ട് കുറച്ച് തുണി നിൽക്കുന്നുണ്ട് തോന്നി, അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം നമ്മൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ ഒന്നും കൂടി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്താൽ അതൊന്ന് റൗണ്ടായിട്ട് അടിച്ചെടുക്കുക. പതുക്കെ പതുക്കെ അടിക്കാവൂ, പെട്ടെന്ന് അടിക്കരുത്, വലിക്കാനും പാടില്ല. നമ്മൾ വിചാരിച്ചെന്തി റൗണ്ട് വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഷോൾഡർ ഇപ്പോൾ കറക്റ്റായി. നമ്മൾ ഫ്രണ്ടിലെ ഷോൾഡർ അഴിച്ചു, ബാക്കിലെ ഷോൾഡർ അടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും അളവിന് വ്യത്യാസം വന്നില്ല, കറക്റ്റായി. അത് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഷോൾഡറല്ലേ, ഡബിൾ സ്റ്റിച്ച് കൊടുത്തു. ഇനി ഉണ്ടോ വൃത്തിയിൽ അളവിനൊന്നും വ്യത്യാസമില്ലാതെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഇറക്കം കൂട്ടാൻ പറഞ്ഞു, കറക്റ്റായിട്ട് വട്ടത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ഒരു ഡ്രസ്സ് അടിക്കാൻ നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് അടിക്കുകയാണെങ്കിൽ ഏത് വശമാണോ നമ്മൾ ഉൾവശം ഇട്ടുന്നത് അതേ വശം തന്നെ ആയിരിക്കണം അളവ് ഡ്രസ്സിൻ്റെയും വയ്ക്കാൻ. കാരണം ഫ്രണ്ടും ബാക്കും അത് കറക്റ്റായിട്ട് വയ്ക്കുക. ഓപ്പണുകൾ തമ്മിൽ നന്നായി ചുളിപ്പുള്ളത് നൂർത്തി വയ്ക്കുക. അതുപോലെ തന്നെ കൈക്കുഴി ആം ഹോളും കറക്റ്റായിട്ട് വലിച്ചു പിടിച്ച് വയ്ക്കുക. ഷോൾഡറുകൾ തമ്മിൽ ഒപ്പം വയ്ക്കുക. ആദ്യം നമ്മൾ ഷോൾഡറിൽ നിന്ന് കൈക്കുഴിയിലേക്ക് വരുന്നിടത്ത് ഒരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് നമ്മളത് കറക്റ്റായിട്ട് ഷേപ്പിൽ വരയ്ക്കുക. ഷേപ്പിൽ വരയ്ക്കുന്ന സമയത്ത് നമ്മളത് ഇങ്ങനെ വരച്ചാലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ഓപ്പണിൻ്റെ സൈഡിലുള്ള അടിയിലേക്കാണ് കൊണ്ടുവന്നെത്തിക്കേണ്ടത്.
അത് കഴിഞ്ഞിട്ട് കൈയാണ്, കൈയും കറക്റ്റായിട്ട് വെക്കുക. ചുളിവൊക്കെ ഉണ്ടെച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവരുടെ കൈ ഇത്ര ഇറക്കമുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അവർക്ക് ഫുൾ സ്ലീവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അളവെടുത്തിട്ടുണ്ട്, അളവിൽ കൂടെ അതങ്ങ് അടിച്ചു. ഇനി കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ട് അടിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ. പതുക്കെ പതുക്കെ അടിക്കുക. അടിച്ചിട്ട് കറക്റ്റായിട്ട് ഇപ്പം ഞാൻ അടിച്ചിട്ട് അത് കറക്റ്റായിട്ട് വരച്ചെടുത്ത് കൂടെ എല്ലാം അടിച്ച് തോന്നുന്നു. പക്ഷെ എനിക്ക് വേണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഓപ്പണിൻ്റെ അടി എവിടെയാണോ വെച്ചിരിക്കുന്നത് വെച്ചാൽ ആ സ്റ്റിച്ചിരിക്കാൻ കൊടുക്കുക, കറക്റ്റായിട്ട് കൊടുക്കുക. രണ്ട് സൈഡും ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, കൈയും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല വശം തിരിച്ചിടുന്നു. അവർ തന്ന അളവുകൾ തമ്മിൽ വെച്ച് നോക്കുന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെച്ചാൽ ഉണ്ടോ, കറക്റ്റായിട്ട് അവർ തന്ന അതേ അളവിന് അതുപോലെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെച്ചാൽ കമൻറ്റിൽ കൂടെ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.